നമസ്തേ, ദ വിൽ ഓഫ് ഫോർച്യൂൺ 7/7 ടാരോട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലൈസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക. 3 ടൈംസ് അവരുടെ നെയിം പറയുക. Let's check. Please guide me universe, please guide me divine. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി എന്താണ്, കറൻറ്റ് ഫീലിങ്സ് ഈ ഒരു ടൈമിൽ എന്താണ്? ഓക്കെ, കിങ് ഓഫ് വാൻഡ്സ്, 5 of wands, the star, 5 of cups, knight of wands. നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് കൂടിയുള്ള നമുക്ക് ചെക്ക് ചെയ്യാം. ദി ഡെത്ത്, ദ ഡെവിൾ, 2 of wands and ace of cups. Ace of cups, bottom of the deck, page of swords. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈമിൽ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ പേഴ്സൻ്റെ ഈ ഒരു ടൈമിൽ എനർജീസ് ഇവർ നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്യുന്നില്ല. ലൈക്ക് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ എവിടെ പോകുന്നു, ആരോട് സംസാരിക്കുന്നു, നിങ്ങൾ എന്ത് സ്റ്റാറ്റസ് ഇടുന്നു എന്നുള്ള രീതിക്കൊക്കെ കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പ്രസൻ്റ്ലി നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് എന്നൊക്കെ ഈ ഒരു വ്യക്തി ഒന്നെങ്കിൽ നിങ്ങളുടെ മ്യൂച്വൽ ഫ്രണ്ട്സിനോട് ചോദിച്ചറിയുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ഈ എനർജീസാണ് എനിക്കിവിടെ ഈ ഒരു വ്യക്തിയുടെ കറണ്ട് എനർജി ആയിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. കറണ്ട് ഫീലിങ്സ് എന്താണ് ഈ ഒരു വ്യക്തിയുടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ ഈ ഒരു ടൈമിൽ ഇവർ കരിയറിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു കരിയറിൽ ഫോക്കസ് ചെയ്യുമ്പോൾ പോലും 100% ആ ഒരു കരിയറിലേക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ടോ അല്ലെങ്കിൽ ആ ഒരു കരിയറിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ടോ ഈ ഒരു വ്യക്തിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് നിങ്ങളുടെ തോട്ട്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ടൈം നിങ്ങളുടെ തോട്ട്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് കരിയറിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ഓഫ് കോഴ്സ് മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ തോട്ട്സ് വരരുത്, നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കരുത് എന്നൊക്കെ വിചാരിച്ച് ഒത്തിരി മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പറ്റുന്നില്ല. ആ ഒരു എനർജിയാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പം എനിക്കിവിടെ തോന്നുന്നു നിങ്ങളുടെ ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ ഒരു ഹീലിംഗ് ഫേസിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാമല്ലോ, എല്ലാവരുടെയും ലൈഫിൽ ഹീലിംഗ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു വ്യക്തിയും, ഇപ്പോൾ സ്പിരിച്വൽ ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ എല്ലാം ഏതൊരു വ്യക്തിയുടെ ലൈഫിലും ഹീലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. ഹീലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? സോ അപ്പം അങ്ങനത്തെ ഒരു എനർജീസാണ് എനിക്ക് ഈ ഒരു ടൈമിൽ സെൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഈ ഒരു വ്യക്തിയുടെ ടൈമിലും ഇവർ കുറച്ച് ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസ്ഡ് ആണ്. ഓഫ് കോഴ്സ് ഈ ഒരു വ്യക്തി കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. അറ്റ് ദി സെയിം ടൈം ഹീ നീഡ്സ് ഹീലിംഗ്. അല്ലെങ്കിൽ പ്രസൻ്റ്ലി അവർക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ്, ആ ഒരു ഇമോഷൻസ്, ആ ഒരു അട്രാക്ഷൻ, അല്ലെങ്കിൽ ആ ഒരു അഡിക്ഷൻ എന്നൊക്കെ നമുക്ക് പറയാം. മേ ബി നിങ്ങൾ തമ്മിൽ ഒരു ഓൺ ആൻഡ് ഓഫ് എനർജീസ് ആയിരിക്കാം, അല്ലെങ്കിൽ കുറേ കാലമായിട്ട് കോണ്ടാക്റ്റേ ഉണ്ടാവില്ല. അപ്പോൾ സ്നേഹത്തിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ് നമുക്ക് എപ്പോഴും മനസ്സിലാക്കുന്നത് നമ്മൾക്ക് ആ ഒരു വ്യക്തി എത്രമാത്രം വേർത്തിയാണ് എന്നുള്ളത്. അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് കഴിയുന്ന ആ ഒരു ടൈമിലാണ് നമുക്ക് മനസ്സിലാകുന്നത് ആ ഒരു വ്യക്തി എത്രമാത്രം നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളത്. മനസ്സിലായോ? ആ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഇപ്പം നമുക്ക് ആ ഒരു വ്യക്തിയോടുള്ള ആ ഒരു ഇഷ്ടം കാരണം കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചേസ് ചെയ്ത് നിങ്ങൾ ഒത്തിരി തവണ ഈ ഒരു വ്യക്തിയുടെ പുറകെ ചേസ് ചെയ്ത് നടന്നിട്ടുണ്ട്. പോവരുതേ, ഇട്ടിട്ട് പോവരുത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചേസ് ചെയ്ത് നടന്നിട്ടുണ്ട്. പക്ഷെ നൗ യു ആർ ഫോക്കസിങ് ഓൺ യുവർ സെൽഫ്. നിങ്ങളിൽ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ് ഈ ഒരു ടൈമിൽ. ഓക്കെ, സോ ആ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ്. ഇവർ ഭയങ്കരമായിട്ടും ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് എനിക്കറിയില്ല. ഈ ഒരു വ്യക്തിയുടെ എനർജീസിൽ ഭയങ്കരമായിട്ടും ഓവർ തിങ്കിങ്ങിൻ്റെ എനർജീസാണ്, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. സോ ഇവിടെ ഡെവിലിൻ്റെ കാർഡ് ഉണ്ട്. നമുക്ക് ഡെവിലിൻ്റെ കാർഡ് കാണിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഡെവിലിൻ്റെ കാർഡ് കാണിച്ചിട്ടില്ല. സോ ഇവിടെ 5 of wands കാർഡാണ്. ഇത് കണ്ടില്ലേ? എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തോർത്തോർത്ത് ചിന്തിച്ചുകൊണ്ട് തല പുകച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജീസാണ് എനിക്ക് ഈ ഒരു വ്യക്തിയുടെ ഇവിടെ കാണാൻ പറ്റുന്നത്. ഒത്തിരി അധികം എന്തൊക്കെയോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി. ഓക്കെ, ആ ഒരു എനർജിയാണ് എനിക്ക് ഈ ഒരു വ്യക്തിയിൽ സെൻസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. എഗെയിൻ നമ്മളിവിടെ സെൻസ് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
എഗെയിൻ നമുക്ക് ഹീലിങ്ങിൻ്റെ കാർഡ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ പ്രസൻ്റ്ലി നിങ്ങൾ ഫുൾ നിങ്ങളുടെ ഹോപ്പ് നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാം, അബദ്ധവശാൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത രീതിക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് ടേൺ ഔട്ട് ആയിട്ടുണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു ബെനിഫിറ്റ്സ് ആയിരിക്കില്ല നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ നിന്ന് കിട്ടിയത്. നിങ്ങൾ എന്താണോ വിചാരിച്ചത് അതിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ടൈമിൽ. കേട്ടോ, ആ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, അതുകൊണ്ട് തന്നെ ഇവിടെ നിരാശ അല്ലെങ്കിൽ വളരെ ഡിപ്രഷൻ ആയിട്ടുള്ള ഒരു ഫേസിലാണ് നിങ്ങളും നിൽക്കുന്നുള്ളത്. ഡിപ്രഷൻ മീൻസ് നമുക്കിപ്പം ഒരു കാര്യം നമ്മൾ വിചാരിച്ച രീതിക്ക് ആയിട്ടില്ലെങ്കിൽ നമുക്കതിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ, ആ ഒരു എനർജിയിലാണ് നിങ്ങൾ ഈ ഒരു ടൈമിൽ ഇവിടെ ഉള്ളത്. ഇപ്പം നിങ്ങളുടെ വ്യക്തിയുടെ എനർജീസ് ആണെങ്കിലും ശരി, ഇവരിപ്പോൾ നിങ്ങളെക്കുറിച്ചിട്ട് ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് ഇവർ ചിന്തിക്കുന്നത്, ഇവർ റിഗ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് എന്താ നിങ്ങളുടെ റിലേഷനിൽ എന്താണെന്നുണ്ടെന്ന് അതിനെക്കുറിച്ചിട്ട് ഓർത്തിട്ട് ഈ ഒരു വ്യക്തിക്ക് ഒരു റിഗ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഈ ഒരു വ്യക്തി റിലേഷനിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസ് കൊണ്ടുവരണം, ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്താണോ നിങ്ങളുടെ ഇടയിൽ നടന്നിട്ടുള്ള ആ ഒരു കാര്യത്തെ തിരുത്തണം എന്ന് ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ ആഗ്രഹിക്കുകയാണ്. ആ ഒരു എനർജീസാണ് എനിക്ക് ഈ ഒരു വ്യക്തിയിലൂടെ ഫീൽ ചെയ്യുന്നുള്ളത്, സെൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഓക്കെ, ഇവർ മാക്സിമം നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, എന്തെടുക്കുകയാണ്, എനിക്കത് തന്നെയാണ് ഫീൽ ചെയ്യുന്നുള്ളത്. നിങ്ങൾക്ക് തന്നെ മേ ബി ഈ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഈ ഒരു വ്യക്തി കണക്ഷനിലായിരിക്കുന്ന ടൈമിൽ തന്നെ ഇവർക്ക് ഭയങ്കരമായിട്ടും സംശയമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം, മിസ്അണ്ടർസ്റ്റാൻഡിങ്, ട്രസ്റ്റ് ഇഷ്യൂസ്. നല്ല രീതിക്ക് ഈ ഒരു വ്യക്തിക്ക് ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. അപ്പോൾ അതായിരിക്കും നിങ്ങളുടെ റിലേഷനിൽ തന്നെ ഏറ്റവും ടോക്സിക് ആയിട്ടിരുന്നിട്ടുള്ള ഒരു കാര്യം. ഇവർക്ക് നിങ്ങളോടുള്ള ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ആയിരിക്കും. ട്രസ്റ്റ് ഇഷ്യൂസ് വളരെയധികം എന്താ പറയുക ലൈഫിൽ ഏറ്റവും കൂടുതലായിട്ട് ഇതാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ട്രസ്റ്റ് ഇഷ്യൂസ് തന്നെയാണ്. അപ്പം നിങ്ങളുടെ റിലേഷൻ ബ്രേക്ക് ആവുന്നതിന് മെയിൻ റീസൺ നിങ്ങളുടെ ഇടയിലുള്ള ചെറിയ ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്സും ട്രസ്റ്റ് ഇഷ്യൂസും ആവാനായിട്ടുള്ള ചാൻസസും എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ അതാകാം ഒരു റീസൺ. ഓക്കെ, സോ ഇവരുടെ മൈൻഡിൽ എപ്പോഴൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് കണക്റ്റ് ആവണം എന്ന് വിചാരിക്കുന്നു, അപ്പോൾ ഒക്കെ ഇവർക്ക് ചിന്ത വരുന്നത് നിങ്ങൾ ഇവരെ ഹേർട്ട് ചെയ്തു, നിങ്ങളിവരെ ചീറ്റ് ചെയ്തു എന്നുള്ളൊരു തോട്ട്സാണ് ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ വരുന്നുള്ളത്. നമുക്കറിയാം അത്രമേൽ ഹേർട്ടായിട്ടുള്ള ആളുകളുമായിട്ട് വീണ്ടും നമുക്ക് കണക്റ്റ് ആവാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അത്രമാത്രം ഒരു വ്യക്തി നമ്മളെ ഹേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ്, അവർ നമ്മുടെ ഉള്ളിൽ അത്രയും ഡീപ്പായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു വ്യക്തിയുടെ ആക്ഷൻസും സൈലൻസും പോലും നമ്മളെ ഹേർട്ട് ചെയ്യത്തുള്ളൂ. സോ ആ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്തത്. നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ, പക്ഷേ ഓഫ് കോഴ്സ് ആ ഒരു വ്യക്തി ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങൾ ചെയ്ത എന്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള എന്താണോ, മേ ബി അതൊരു ചെറിയൊരു വാക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നോക്കായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈക്ക് എന്താണെങ്കിലും ഈ ഒരു വ്യക്തിക്ക് അത് നല്ല രീതിക്ക് കൊണ്ടിട്ടുണ്ട്. അപ്പം ആ ഒരു കാര്യം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ശരിക്കും എന്താ പറയുക, അത് വല്ലാണ്ട് ഹേർട്ട് ആയിട്ടുണ്ട്. എനിക്ക് ആ ഒരു എനർജീസാണ് സെൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. Three of Cups. ഫോർ സം ഓഫ് യു ചിലൊരു സിറ്റുവേഷൻസ് ആണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കാണാനായിട്ട് പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് ഈ ഒരു വ്യക്തിയെ കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. പകുതിക്ക് വെച്ച് പ്ലാൻ പോസ്റ്റ്പോൺ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി ഉടനെ തന്നെ മീറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു വ്യക്തി നിങ്ങൾ പ്ലാൻ ചെയ്ത് വീണ്ടും വളരെ പെട്ടെന്ന് തന്നെ ഒരു മീറ്റിംഗ് ഉണ്ടാവും. നിങ്ങൾ കുറേ മൊമെൻറ്റ്സ് ഒരുമിച്ച് നിങ്ങൾ കുറച്ച് സമയങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് കുറച്ച് നല്ല എന്താ പറയുക ഓർത്ത് വയ്ക്കാൻ പാകത്തിനുള്ള കുറച്ച് നിമിഷങ്ങൾ നിങ്ങൾക്ക് ആ ഒരു റീയൂണിയൻ അല്ലെങ്കിൽ ആ ഒരു മീറ്റപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള ചാൻസസും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഫോർ സം ഓഫ് യു എനിക്കൊന്നും നിങ്ങൾ ഇതുവരെ ഈ ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല. സംസാരിച്ചൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയ വഴിയാണ്. നിങ്ങൾ ഈ ഒരു വ്യക്തി ഒരിക്കൽ പോലും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചപ്പോൾ ഒബ്സ്റ്റക്കിൾസും ചാലഞ്ചസും വന്നു. നെക്സ്റ്റ് ടൈം നിങ്ങളുടെ മീറ്റിങ്ങിൽ അതിലും പോസ്റ്റ്പോൺ ചെയ്തു. ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല. കാരണം കാണണം എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ടൈമിലെല്ലാം എന്തെങ്കിലും ബ്ലോക്കേജസ് വരും. ഇപ്പോൾ കാണണം എന്ന് വിചാരിച്ചിരുന്ന ആ ഒരു ഫേസിൽ ഒരു സെപ്പറേഷൻ ഫേസ് വന്നു. ഇനി എങ്ങനെയാണ് കാണാൻ പറ്റുന്നത്? അങ്ങനെ 100 തരത്തിലുള്ള തോട്ട്സുകൾ നിങ്ങളുടെ മൈൻഡിലുണ്ട്. സോ നിങ്ങൾ ആ ഒരു ഫിയറിലും കൂടിയാണ് ഇരിക്കുന്നത്. ഓഫ് കോഴ്സ് നിങ്ങളുടെ ഉള്ളിൽ ഇമോഷൻസ് ഉണ്ട്. നിങ്ങൾ ഇമോഷൻസും ഫീലിങ്സും ഇല്ലാത്ത ഒരാളാണെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു എനർജി കണ്ടില്ലേ, സ്ട്രെങ്തിൻ്റെ കാർഡിൽ ഇവർ ഈ ഒരു എനർജി ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സിനെ ഇന്നർ ഇമോഷൻസിനെ നിങ്ങളുടെ ഫീലിങ്സിനെ ഒക്കെ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഫിയേഴ്സിനെ ആൻസൈറ്റീനെ ഒക്കെ നിങ്ങൾ
കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ആ ഒരു എനർജീസും എനിക്കിവിടെ സെൻസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഏസ് ഓഫ് സോർട്സിൻ്റെ എനർജീസാണ് എഗെയിൻ നമുക്ക് വന്നിട്ടുള്ളത്. ഇറ്റ് മീൻസ് ഇവിടെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ റിലേഷനിൽ ഒരു മേജർ ബ്രേക്ക് ത്രൂ ഇവിടെ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകാൻ പോവുകയാണ്. ഫോർ സം ഓഫ് യു എനിക്ക് തോന്നുന്നു നിങ്ങൾ പുതിയ പ്രോജക്ട്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വിചാരിക്കുന്നുണ്ടാവും. ലൈക്ക് എന്തെങ്കിലും ന്യൂ പ്രോജക്ട്സ് സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്കൊരു ന്യൂ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ആ ഒരു ഒബ്സ്റ്റക്കിൾസ് നേരത്തെ ഉണ്ടായിരുന്ന നിങ്ങളുടെ കരിയറിലുള്ള ഓബ്സ്റ്റക്കിൾസും ചാലഞ്ചസും ഒക്കെ പോകുന്നുണ്ടാവും. ഇതുവരെ നിങ്ങളൊരു മെൻ്റൽ ക്ലാരിറ്റി കിട്ടാത്തൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ വളരെ അടുത്ത് തന്നെ നിങ്ങൾക്കൊരു മെൻ്റൽ ക്ലാരിറ്റി കിട്ടാനായിട്ടുള്ള ചാൻസസും എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും കോൺട്രാക്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ലീഗൽ മാറ്റേഴ്സിലൊക്കെ നിങ്ങൾ ഈ ഒരു ടൈമിൽ പെട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറിൽ ആക്ഷൻസ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങളുടെ ഫേവറിലേക്ക് കാര്യങ്ങൾ വരാനായിട്ടുള്ള ചാൻസസും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഓർത്ത് തല പുകയ്ക്കുന്നുണ്ടെങ്കിൽ വളരെ അടുത്ത് തന്നെ നിങ്ങൾക്ക് ഇതിനൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടാവും. ആ ഒരു തല പുകയ്ക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ടൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടാവും. ഓക്കെ, മേ ബി നിങ്ങളുടെ ലൈഫിൽ പ്രസൻ്റ്ലി ഓവറോൾ എനർജീസ് നോക്കുവാണെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് നല്ല രീതിക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. ആക്ച്വലി അത് ഏത് രീതിക്കാണോ അപ്പിയേഴ്സ് ആയിട്ടുള്ളത് ആ ഒരു രീതിക്കാണോ അത് എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഓഫ് കോഴ്സ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഗൈഡ് ചെയ്യുന്നുണ്ട്. എക്സാക്റ്റ് ഈ കാണുന്നതല്ല കാര്യം, അതിനപ്പുറം എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ഇന്നർ വോയിസ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റിൽ യു ആർ കൺഫ്യൂസ്ഡ് അല്ലെങ്കിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. എന്താണ് എക്സാക്ട്ലി സംഭവം? നിങ്ങൾ മൈൻഡും ഹേർട്ടും ആയിട്ടുള്ള ആ ഒരു കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ്ഡ് ആയിട്ട് തട്ടി നിൽക്കുന്ന ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങൾ അതിന് ക്ലാരിറ്റി, ഞാൻ റീസെൻ്റ് ആയിട്ട് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ആ ഒരു ഇല്യൂഷനിൽ നിന്ന് നിങ്ങൾ വെളിയിൽ വരേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് എന്താണോ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തെ മാക്സിമം ഫോക്കസ്ഡ് ആവാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നിങ്ങളുടെ ജേണിയിൽ നിങ്ങളിപ്പോൾ മാരേജിന് വേണ്ടിയിട്ടൊക്കെയാണ് നോക്കുന്നത്. മേ ബി നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് മാരേജ് നടക്കുമോ, നിങ്ങളുടെ വ്യക്തി മാരേജ് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരുമോ എന്നുള്ളൊരു എനർജിക്കാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ അവർ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മിറ്റ്മെൻറ്റ് തരത്തില്ല എന്നുമില്ല കേട്ടോ. ഈ ഒരു ടൈമിൽ നിങ്ങൾ തമ്മിലുള്ള എന്തൊക്കെയോ കർമ്മങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ടുണ്ട്. പക്ഷേ ഓഫ് കോഴ്സ് നിങ്ങൾ തമ്മിൽ മാരേജ് പോസിബിൾ ആവും. നിങ്ങൾ തമ്മിൽ എന്താ പറയുക ഒരു റീയൂണിയൻ ഉണ്ടാവും. ഈ ഒരു വ്യക്തിയായിട്ടാണെങ്കിൽ പോലും നിങ്ങൾക്കിപ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റ് ഈ ഒരു വ്യക്തി തരുന്നില്ല എന്നുണ്ടെങ്കിലും മുന്നോട്ടുള്ള ടൈമിൽ ഇവർ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരും. കാരണം ഇവരുടെ മൈൻഡിൽ തന്നെ ഇറ്റ് സെൽഫ് യൂണിവേഴ്സായിട്ട് അത് തോന്നിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഡിവൈനായിട്ട് തന്നെ അത് തോന്നിപ്പിക്കുന്നുണ്ടാവും നിങ്ങളെ മാരേജ് ചെയ്യണം, നിങ്ങളുമായിട്ട് സെറ്റിൽ ആവണം. കാരണം നിങ്ങളും ഈ ഒരു വ്യക്തിയും ഡെസ്റ്റൈൻഡ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ്. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ ഹസ്ബൻഡ്. ഓക്കെ, ആ ഒരു അങ്ങനെയുള്ളൊരു റോളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കും നിങ്ങൾ റീസെൻ്റ്ലി ഡീൽ ചെയ്തിട്ടുള്ളത്. ഓഫ് കോഴ്സ് നിങ്ങൾ ലൈഫിൽ കുറേ ആളുകളെ ഡീൽ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ഈ ഒരു വ്യക്തി വളരെ ഡിഫറെൻ്റ് ആണ്. ഇവരുമായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്ന ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ നിങ്ങളോട് ഇവർക്ക് തോന്നുന്ന ഒരു അറ്റാച്ച്മെൻറ്റ്സ് അതൊക്കെ വളരെ ഡിഫറെൻ്റ് ആണ്. സോ ഞാൻ മാരീഡ് അല്ലാത്ത ആളുകളുടെ കാര്യമാണിത് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫ്യൂച്ചർ സ്പൗസ് ആരാണ് എന്നുള്ളൊരു കൺഫ്യൂഷനും കൂടിയൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്. ഫസ്റ്റ്ലി നിങ്ങൾ വന്നിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക ഈ ഒരു എനർജി ഉണ്ടല്ലോ, ഈ പേജ് ഓഫ് കപ്സ് ഡേറ്റിംഗ് എനർജിയിൽ തന്നെ നിങ്ങൾ കുറച്ച് നാൾ ഇരിക്കും കമ്മിറ്റ്മെൻ്റ് ഒന്നും കൊടുക്കാതെ. പക്ഷേ അത് കഴിയുമ്പോഴേക്കും കമ്മിറ്റ്മെൻറ്റ് വരും. കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരും ഈ ഒരു വ്യക്തി. കാരണം ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തന്നില്ലെങ്കിൽ പോലും ഇത് ഓൾറെഡി ഈ ഡിവൈനായിട്ട് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് തരുന്നുണ്ടാവും. കാരണം ഈ ഒരു വ്യക്തി ഓൾറെഡി നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ തന്നെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഭൂമി കറങ്ങുന്നത് പോലെ ഈ ഒരു വ്യക്തി തന്നെ ഇരുന്ന് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഈ ഒരു ഇൻസൾട്ടും കാര്യങ്ങളും ഒക്കെ കേട്ടിട്ട് നിങ്ങൾ സ്റ്റിൽ ഈ ഒരു വ്യക്തിയിൽ കറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, നമ്മൾ ഒരു കാര്യമുണ്ടല്ലോ, നമ്മൾക്ക് വേണ്ടിയിട്ടുള്ളത് എന്താണോ നമ്മളിലേക്ക് വന്ന് ചേരുമെന്നാണ്. ഓഫ് കോഴ്സ് ചിലപ്പോൾ അത് താഴെ വീണു അല്ലെങ്കിൽ അത് അവസാനിച്ചു ഇല്ലാണ്ടായി പോയി എന്നുള്ളൊരു സിറ്റുവേഷൻസ് ഒക്കെ വന്നേക്കാം. എഗെയിൻ അത് ഒരു കാര്യം നിങ്ങളിലേക്ക് വീണ്ടും 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 കടന്നു വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അല്ലാത്ത ഒരു കാര്യങ്ങളും ഒരു തവണ പോയി കഴിഞ്ഞാൽ പിന്നെ റിട്ടേൺ വരുന്നുണ്ടാവില്ല. പക്ഷെ നമുക്കുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അടുത്തേക്ക് പോകും വരും. അതായത് അത് തന്നെയാണ് യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഒരു സൈൻ എന്ന് പറയുന്നത്. നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂണിവേഴ്സിനെ മനസ്സിലാക്കാനായിട്ടുള്ളൊരു സ്പിരിച്വൽ അവേക്കനിങ് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ അവെയർനെസ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. അത്രയേ ഉള്ളൂ കേട്ടോ.
മേ ബി ഒരു വ്യക്തി വളരെയധികം റീസെൻ്റായിട്ട് കുറച്ച് പേരെയൊക്കെ പിടിച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണെങ്കിൽ പോലും ആ ബ്ലോക്ക് മാറ്റുന്നുണ്ടാവും. നിങ്ങളുമായിട്ട് നിങ്ങൾക്ക് ക്ലാരിറ്റി തരുന്നുണ്ടാവും എന്തിനാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്തത്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങൾക്കൊരു ബൗണ്ടറി കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇവരൊരു ബൗണ്ടറി നിങ്ങൾക്ക് വേണ്ടി കീപ്പ് ചെയ്തതെന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരുന്നുണ്ടാവും. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിൽ വേണം. ഈ ഒരു എനർജിയാണ് ഇവർ എല്ലാ തരത്തിലും. ഇവർക്ക് ലൈഫിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും എത്രയൊക്കെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പോലും ഇവർ സ്റ്റിൽ നിങ്ങളെ തന്നെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നുള്ളത്. നിങ്ങളെ വേണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ തന്നെയാണ് ഈ ഒരു വ്യക്തി ഇരിക്കുന്നുള്ളത്. ലൈക്ക് അതൊരു എന്താ പറയുക, നമ്മളൊരു കാര്യത്തെ ടോക്സിക് ആയിട്ടുള്ള വെയിൽ ഹോൾഡ് ചെയ്യാന്ന് പറയില്ലേ, എന്ന് വെച്ചാൽ ഏതൊരു വ്യക്തിയെ നമ്മൾ അളവിൽ കൂടുതൽ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതൊരു അഡിക്ഷനാണ്, അല്ലെങ്കിൽ ഒരു ടോക്സിസിറ്റിയാണ്. സോ ആ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളത്. അപ്പം എനിക്ക് അതാണ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എർത്ത് സൈൻ ആക്റ്റീവാണ്. ഏരീസ്, ലിയോ, സജിറ്റേറിയസ് ഫയർ സൈൻ ആക്റ്റീവാണ്. എഗെയിൻ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ് വാട്ടർ സൈൻ ആക്റ്റീവാണ്. ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ളത് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ് ആൻഡ് ജെമിനൈ, ലിബ്ര, അക്വേരിയസ് എനർജീസ് ആണ്. അതായത് എയർ സൈനും അതുപോലെ തന്നെ വാട്ടർ സൈനുമാണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് ഇവിടെ ഉള്ളത്. കേട്ടോ, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ള കുറേ നോളജസുകൾ റീഡിങ്സ് അല്ലാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലെ കുറേ കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറേ മെസ്സേജസ് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി ഫീഡ് ചെയ്ത് പറയാനായിട്ടുള്ളൊരു എനർജി എനിക്കില്ലാത്തതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. എഗെയിൻ നിങ്ങൾ എന്തെങ്കിലും മേ ബി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ, നിങ്ങൾക്ക് ക്യാഷിന് ഒത്തിരി അധികം ആവശ്യമുണ്ട്, ഫൈനാൻഷ്യൽ ബ്ലോക്കിംഗ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എല്ലാം ഫൈനാൻസിൻ്റെ കാര്യത്തിൽ എപ്പോഴും ബ്ലോക്കേജസ് ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഭാഗത്താണ്, ഏത് ടൈമിലാണ് നിങ്ങൾ ക്യാഷിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അത് അമിതമായിട്ട് ചിലവഴിച്ച് എന്നുള്ളൊരു ഭാഗം നോക്കുക. അത് നിങ്ങളുടെ കർമ്മയാണ്. അപ്പം നമ്മളിപ്പോൾ ക്യാഷ് ആണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, അമിതമായിട്ട് ചിലവാക്കാൻ പാടില്ല. നമുക്കത് ഉണ്ടല്ലോ എന്നുള്ള രീതിക്ക് നിൽക്കാൻ പാടില്ല. എപ്പോഴും എന്തിനും ഒരു എന്താ പറയുക, ഒരു വിനയത്തോടു കൂടി നമ്മൾ എപ്പോഴും എല്ലാത്തിലും നിൽക്കാൻ പറ്റണം. അതുകൊണ്ടായിരിക്കാം മേ ബി ഈ റീസെൻ്റായിട്ട് നിങ്ങളുടെ ഒത്തിരി ക്യാഷ് ഉണ്ടായിരിക്കാം, പക്ഷേ ഈ ഒരു ടൈമിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനായിട്ടുണ്ടായിരിക്കും കുറേ കാശുകൾ. പക്ഷെ അതെല്ലാം ബ്ലോക്കായിട്ട് കിടക്കുന്നതിന് മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ മണി ബ്ലോക്കേജസ്, നിങ്ങളുടെ ഈ ഒരു കർമ്മയാണ്. നിങ്ങൾ ഒരു ക്യാഷിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ എവിടേക്കോ ദൂരത്തടിച്ചിട്ടുണ്ട്. അതിൻ്റെ കർമ്മയാണ് നിങ്ങൾ ഈ ഒരു ടൈമിൽ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ മണി ബ്ലോക്കേജസ് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അത്യാഗ്രഹം മൂത്തിട്ട് എവിടെന്നെങ്കിലുമൊക്കെ എന്താ പറയുക, ക്യാഷ് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ആരെങ്കിലുമൊക്കെ പറ്റിച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു ടൈമിൽ കാശ് ഉണ്ടാക്കിയിട്ടുണ്ടാവാം. ഓക്കെ, ക്ലിയർ ആയിട്ട് പറയുകയാണ്. നിങ്ങൾക്ക് ഇനി പിണക്കം തോന്നിയാലും വേണ്ടിയില്ല, എനിക്കിതാണ് ഇവിടെ കാണാൻ പറ്റിയിട്ടുള്ളത്. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം അല്ലേ. സോ കാർഡ്സ് ഇതാണ് പറയുന്നത്. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും പറ്റിച്ച് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഡിസേർവ് ചെയ്യാത്ത കാശുകൾ നിങ്ങൾ ഒരു പക്ഷേ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചിട്ടുണ്ടാവാം. ഇതൊക്കെയാണ്, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഡിസേർവ് ചെയ്യുന്ന മണി കിട്ടാൻ പോകുന്നു എന്നുള്ള രീതിക്ക് നിങ്ങൾ ഇരുന്ന ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണി കർമ്മ. അതായത് മണിയുടെ ബ്ലോക്കേജസ് വരാൻ വേണ്ടിയിട്ട് അതിനെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്ന മെയിൻ കർമ്മ ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ ഒരു സോഴ്സസ് ഒക്കെയാണ്. ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളിപ്പം ഒരു മണി ബ്ലോക്കേജിൽ പെട്ട് കിടക്കുന്നത് എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റിയിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് ആ ഒരു കർമ്മിക് ഫേസിൽ നിന്ന് റിലീസ് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഡോഗ്സിന് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാം. എന്താ ആ പൈസ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക എന്ന് വെച്ചാൽ ഫുൾ പൈസ എടുത്ത് ചിലവാക്കണം എന്നല്ല, നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം. മനസ്സിലായോ? സോ അങ്ങനെ ചെയ്ത് നിങ്ങളുടെ ആ ഒരു കർമ്മയെ റിലീസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം നമുക്ക് ക്യാഷ് എന്നൊക്കെ പറയുന്നത് ഒത്തിരി ഉണ്ടാവും. ലക്ഷ്മി ദേവിയാണ് നമുക്ക് ക്യാഷ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പം നമ്മളിപ്പം എന്തിനാണേലും നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റണം. ക്യാഷ് ആണെങ്കിലും അതിനെ ആ ഒരു രീതിക്ക് നമുക്ക് എന്താ പറയുക, അതുള്ളത് കൊണ്ടാണല്ലേ. ഇല്ലെങ്കിലുള്ള അവസ്ഥയൊന്നും ഇത്രയും ആളുകൾ ഇല്ലാത്തവരുണ്ട്. അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്കത് ഉണ്ടയോ, എനിക്ക് ക്യാഷ് ഉണ്ട് എന്നുള്ളൊരു അഹമ്മതിയിൽ നിൽക്കാതെ എപ്പോഴും താഴ്മയുള്ള രീതിയിൽ നിൽക്കാൻ ശ്രമിക്കുക. അതൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാണ്ടായി പോകാവുന്നതേ ഉള്ളൂ കേട്ടോ. സോ അത് ശ്രദ്ധിക്കുക. നിങ്ങൾ എപ്പോഴും ഒരു വിനയത്തോടു കൂടി നിൽക്കുക. ഇല്ലാത്തവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒത്തിരി ഒന്നും വേണ്ടെന്നേ, നിങ്ങൾക്കുള്ളതുപോലെ നിങ്ങൾ സഹായിക്കാൻ ശ്രമിക്കുക. ഇല്ലാത്തവർക്ക് എപ്പോഴും വിനയമുള്ളവരായിട്ടിരിക്കുക. പൈസയുടെ വേർത്ത് മനസ്സിലാക്കി മാത്രം ചിലവാക്കുക, ചുമ്മാ ദൂരത്തടിച്ച് കളയാതെ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇറ്റ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഹിറ്റ് ദി ബെൽ ഐക്കൺ, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ബൈ ഗൈസ്, സീ യു. പിന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്തൊന്ന് പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക.